സ്മൃതി പരുത്തിക്കാട്. നമസ്കാരം. ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും അയോധ്യയിലേക്ക് മോദിയുമായി പറന്നുയർന്ന വിമാനത്തിൽ കാവിക്കൊടിയേന്തിയായിരുന്നു യാത്രികർ. ജയ് ശ്രീറാം വിളിക്കുകയായിരുന്നു ക്യാപ്റ്റൻ. വിശ്വാസവും വികസനവും ചേരുംപടി ചേർത്ത് അയോധ്യയിൽ തുടങ്ങുകയാണ് BJP തെരഞ്ഞെടുപ്പ് പ്രചാരണം. മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ, 2 സൂപ്പർഫാസ്റ്റ് ട്രെയിനുകൾ, 4600 കോടി രൂപയുടെ പദ്ധതികളുടെ പ്രഖ്യാപനമാണ് റോഡ് ഷോയ്ക്ക് ശേഷം മോദി നടത്തിയത്. അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിൽ രാജ്യമെങ്ങും രാമജ്യോതി തെളിയിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന നരേന്ദ്രമോദി ശ്രീരാമക്ഷേത്രം തുറക്കാൻ ലോകം കാത്തിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. പ്രതിഷ്ഠാ ദിനത്തെ തള്ളിപ്പറയാൻ കോൺഗ്രസിനും ശബ്ദം നഷ്ടപ്പെടുമ്പോൾ അയോധ്യ 2024 വഴിയോ എന്നാണ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ CPM പ്രതിനിധി VPP മുസ്തഫ, BJP പ്രതിനിധി യുവരാജ് ഗോകുൽ, കോൺഗ്രസ് പ്രതിനിധിയില്ല, പകരം കോൺഗ്രസ് അനുകൂല നിലപാടെടുക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകനായ അനൂപ് വിയാറും ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ഞാൻ ഗോകുലിലേക്ക് പോകുകയാണ്, യുവരാജ് ഗോകുലിലേക്ക്. യുവരാജ്, ഇപ്പോൾ രാമൻ എന്നത് ഹിന്ദു വിശ്വാസികളുടെ ദൈവമാണ്, ഇതിഹാസ പുരുഷനാണ്. പക്ഷേ രാമന്റെ പേരിൽ പള്ളി പൊളിച്ചു പണിത ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് മുഴുവൻ ഇന്ത്യക്കാരോടും ദീപം തെളിക്കാൻ പറയാൻ മോദിക്ക് എന്താണ് അധികാരം? ശ്രീരാമൻ എന്ന് പറയുന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആദർശ പുരുഷൻ കൂടിയാണ്. മഹാത്മാഗാന്ധി ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ എല്ലാ സ്റ്റെപ്പുകളിലും, അദ്ദേഹത്തിൻ്റെ ഓരോ ചുവടുകളിലും ശ്രീരാമൻ എന്ന് പറയുന്ന നാമത്തെ മുറുകെ പിടിച്ച് തന്നെയാണ് പോയത്. രാമൻ എന്ന് പറയുന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ഈശ്വര സങ്കല്പത്തിന് അപ്പുറത്തേക്ക് അത് ഓരോ വ്യക്തിയുടെയും ഒരു മര്യാദാ പുരുഷോത്തമൻ എന്നുള്ള നിലയിൽ ഒരു ആദർശ രൂപം തന്നെയാണ്. പിന്നെ പള്ളി പൊളിച്ചു ക്ഷേത്രം പണിഞ്ഞു എന്നൊക്കെ പറയുന്നിടത്ത് ആദ്യം ക്ഷേത്രം പൊളിച്ചിട്ടാണ് ആ പള്ളി പണിഞ്ഞത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയണം. എന്തായാലും ഒരു കോടതി വിധി വന്നിട്ടുണ്ട്. ആ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പറയുന്ന ക്ഷേത്രം അവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ക്ഷേത്രം പണിഞ്ഞു വരുമ്പോൾ അതൊരു 500 വർഷത്തോളം നീണ്ടു നിന്നൊരു പോരാട്ടത്തിൻ്റെ ബാക്കി പത്രമായിട്ടാണ് നമ്മളവിടെ ക്ഷേത്രം ഉയരുന്നത്. അത് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. ആ പ്രാധാന്യമുള്ള കാര്യമെന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സെലിബ്രേഷൻസ് അല്ലെങ്കിൽ ആചാരപരമായിട്ടുള്ള ആഘോഷങ്ങൾ ഓരോ വീടുകളിലും ഉണ്ടാകണമെന്ന് പറയുന്നതിനകത്ത് വലിയ തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. യുവരാജ് ഗോകുൽ, മുഴുവൻ ഇന്ത്യക്കാരും ഹിന്ദുമത വിശ്വാസികളല്ല എന്ന് താങ്കൾക്കറിയാം. മുഴുവൻ ഹിന്ദുമത വിശ്വാസികളും ഈ അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ ആ ദിനത്തെ അംഗീകരിക്കുന്നു എന്നും കരുതാൻ പറ്റില്ല. അപ്പോൾ മുഴുവൻ ഇന്ത്യക്കാരോടും ദീപം തെളിയിക്കാൻ എങ്ങനെ പറയുമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. മുഴുവൻ ഹിന്ദുക്കളോടും എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അവകാശപ്പെടാം, പക്ഷേ മുഴുവൻ ഇന്ത്യക്കാരോടും എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാരിൽ മുസ്ലിങ്ങളുണ്ട്, പാർസികളുണ്ട്, സിഖുകാരുണ്ട്, പല വിശ്വാസികളുണ്ട്. അപ്പോൾ ഇവരോടെല്ലാവരോടും ദീപം തെളിയിക്കാൻ, അന്ന് ദീപാവലി ആഘോഷിക്കാൻ എങ്ങനെ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്യും? ഹിന്ദുക്കളുടെ മാത്രം പ്രധാനമന്ത്രിയാണോ നരേന്ദ്രമോദി? അദ്ദേഹം ആഹ്വാനം ചെയ്തതല്ലേ ഉള്ളൂ, ആരെയും നിർബന്ധിച്ചൊന്നുമില്ലല്ലോ. താല്പര്യമുള്ളവർ ദീപം തെളിയിച്ചാൽ മതി, അല്ലാണ്ട് ആരോടും വന്നിട്ട് കൈകെട്ടി വെച്ചിട്ട് നിങ്ങൾ ദീപം തെളിയിച്ചേ പറ്റൂ എന്ന് നിർബന്ധം പിടിച്ചിട്ടൊന്നുമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു രീതിയിലനുസരിച്ച് അദ്ദേഹം ആഹ്വാനം ചെയ്തു എന്നുള്ളതല്ലേ ഉള്ളൂ. താല്പര്യമുള്ളവർ കത്തിച്ചാൽ മതി, പ്രശ്നം തീർന്നില്ലേ? താല്പര്യമുള്ളവർ നിർബന്ധമായി പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്. പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, രാജ്യത്ത് എല്ലാ മതവിശ്വാസികളുമുണ്ട്. അപ്പോൾ ഹിന്ദു ദൈവവുമായി ബന്ധപ്പെട്ട ഒരു ആരാധനാലയം അത് ഏത് രൂപത്തിൽ നിങ്ങൾ നിർമ്മിച്ചു എന്നുള്ളതും അറിയാവുന്ന കാര്യമാണ്. അതിനു മുമ്പുള്ള കോടതി നടപടികളെല്ലാം ഇനിയിപ്പോൾ താങ്കൾ വിശദീകരിക്കണമെന്നില്ല. അന്തിമവിധിയുടെ മാത്രം അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്ന പള്ളി പൊളിച്ച് നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനം രാജ്യത്തെ എല്ലാ ഇന്ത്യക്കാരനും ദീപം തെളിച്ച് ആഘോഷിക്കണമെന്നാണ് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത്. ഞാൻ താങ്കളിലേക്ക് വരാം. അനൂപ് വിയാർ, ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ഈ ആഹ്വാനത്തിൽ കോൺഗ്രസ് എവിടെ നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസിന് ശബ്ദമേ ഇല്ല. എന്തുകൊണ്ടാണ്? കോൺഗ്രസിന് ശബ്ദമില്ല എന്നൊക്കെ പറഞ്ഞതിനോട് ഞാൻ പ്രതികരിക്കാം. ഞാൻ കോൺഗ്രസിന് ശബ്ദമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് നിങ്ങളുടെ ഒരു നരേഷനാണ്. അതിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് BJPയുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളോട് പ്രതികരിക്കേണ്ടതുണ്ട്. രാമായണത്തിൽ ശ്രീരാമൻ അയോധ്യയിലേക്ക് വരുമ്പോൾ, അദ്ദേഹത്തിൻ്റെ കാനനവാസം അവസാനിപ്പിച്ച അയോധ്യയിലേക്ക് വരുമ്പോൾ അയോധ്യ നിവാസികളൊക്കെ ആഹ്ലാദത്തോടെ പുഷ്പവൃഷ്ടി നടത്തി സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് മോഡി വരുമ്പോൾ പുഷ്പവൃഷ്ടി നടത്തി സ്വീകരിക്കുമ്പോൾ മോദി സ്വയം ശ്രീരാമൻ്റെ വേഷമെടുത്ത് അണിയുകയാണ്.
ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞു ഗാന്ധി ശ്രീരാമനെ ആദരിച്ചു എന്ന്. ഗാന്ധി ആദരിച്ച ശ്രീരാമനുമായി ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ട, ഏറ്റവും കുറഞ്ഞത് മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. 1949 ഇതുപോലൊരു ഡിസംബർ മാസത്തിൽ ബാബറി മസ്ജിദിലേക്ക് അക്രമാസക്തമായ ഒരു ആൾക്കൂട്ടം ആക്രമിച്ചുകൊണ്ട് ആ വിഗ്രഹം അവിടെ സ്ഥാപിക്കുമ്പോൾ അതിന് നേതൃത്വം നൽകിയ മനുഷ്യരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാ? അത് ദിഗ്വിജയ് നാഥ് എന്ന് പറയുന്ന ഇന്നത്തെ യോഗി ആദിത്യനാഥിൻ്റെ സന്യാസി മഠം, ഗോരഖ്നാഥ് മഠാധിപതിയായ മനുഷ്യൻ അതിനു മുമ്പ് ഗാന്ധിയെക്കുറിച്ച് അധിക്ഷേപകരമായ പരാമർശം നടത്തിയതിന് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ്. ഗാന്ധി നിന്ദകനാണ്. ഈ പറയുന്ന സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ സംഘപരിവാർ ചെയ്ത രണ്ടാമത്തെ ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് ബാബറി മസ്ജിദിൻ്റെ ധ്വംസനം. ആദ്യത്തേത് ഗാന്ധിയുടെ വധമായിരുന്നു. ആ ഗാന്ധിക്കെതിരെ നിന്ദാപരമായി സംസാരിച്ച, ഗാന്ധി അധിക്ഷേപിച്ചൊരു മനുഷ്യൻ നേതൃത്വം നൽകിയ ഒരു മൂവ്മെൻറ്റ്, BJP സംഘപരിവാർ കൂടി ഭാഗമായിരുന്ന ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്ന ആളുകൾ ഗാന്ധിയുടെ ശ്രീരാമനെയൊക്കെ ആ അർത്ഥത്തിൽ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് പരിഹാസ്യമാണ്. ഇവിടെ ഒരു പുതിയ ദേശീയത സൃഷ്ടിക്കാനാണ് BJP ശ്രമിക്കുന്നത്. BJP ഇവിടെ ഈ ശ്രീരാമനെ കുറിച്ച് പറയാൻ BJPക്ക് എന്താണ് അർഹതയുള്ളത്? സൃഷ്ടിക്കുന്നു പറയുന്നത് BJPയുടെ പുതിയ നരേറ്റീവ് അല്ല, കുറച്ചു കാലമായി തുടരുന്നതാണ്. പക്ഷേ രാജ്യമെങ്ങും അത് അലയടിക്കുന്നു എന്ന അവകാശവാദം BJP നടത്തുമ്പോൾ കോൺഗ്രസ് എവിടെയാണ്? കോൺഗ്രസിന്റെ പ്രതികരണം എന്താണ്? ഇന്നിപ്പോൾ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് ഇവിടെ കേരളത്തിൽ വന്ന് പറഞ്ഞത് എന്താണ്? അനൂപ്, ഇതിനെക്കുറിച്ച് മിണ്ടരുത്, മിണ്ടാനായിട്ടില്ല, ഇപ്പോൾ മിണ്ടണ്ട. എപ്പോഴാണ് മിണ്ടുക? ഇനി ജനുവരി 22 അടുത്ത ദിവസം ഞങ്ങൾ പോകുമോ ഇല്ലയോ എന്ന് പറയും. ഇപ്പോൾ പറഞ്ഞാൽ അത് അപകടം ചെയ്യുമെന്നാണ് നിങ്ങളുടെ അനുമാനം? അതെ, ഞാനതിലേക്ക് വരാം. എനിക്കതിന് സമയം വേണം, എനിക്കത് വിശദീകരിക്കേണ്ടതുണ്ട്. അത്തരമൊരു നരേറ്റീവ് BJP സൃഷ്ടിക്കുമ്പോൾ ആ നരേറ്റീവിനെ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ കോൺഗ്രസ് നേരിടേണ്ടതുണ്ട്. നമ്മളൊരു ചാനൽ ചർച്ചയിൽ ജയിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടത്തുന്നത് പോലെയല്ല. BJP വളരെ കൃത്യമായി ഈ രാജ്യത്തെ വിശ്വാസികളെ മുഴുവൻ ആട്ടിത്തെളിച്ചുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയത്തിന് തുടക്കമിടാൻ ശ്രമിക്കുമ്പോൾ, അപ്പുറത്ത് നിൽക്കുന്ന കോൺഗ്രസിനെ ഉൾപ്പെടെ ശ്രീരാമൻ്റെ വിരുദ്ധ സ്ഥാനത്ത് നിർത്താൻ ശ്രമിക്കുമ്പോൾ വളരെ അവധാനതാപൂർവ്വം അതിനെ നോക്കിക്കാണേണ്ടതുണ്ട്. ഞാൻ അതിലേക്ക് വരികയാണ്. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നിർത്തിയത്, സ്മൃതി ഇടപെടുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു നിർത്തിയെടുത്തുനിന്ന് ഞാൻ തുടങ്ങുകയാണ്. BJPയുടെ ഇവിടെ ഇരിക്കുന്ന പ്രതിനിധിയുമായി ജനാധിപത്യത്തെക്കുറിച്ചോ മതേതരത്വത്തെക്കുറിച്ചോ സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത്തരമൊരു ഭാഷ എന്ന് പറയുന്നത് BJPക്ക് അപരിചിതമാണ്. പക്ഷേ ഇവിടെ ഹിന്ദുക്കളുടെ മുഴുവൻ കുത്തക അവകാശപ്പെടുന്ന BJPയുടെ വക്താവ് മനസ്സിലാക്കേണ്ട വിശ്വാസ സംബന്ധമായ പ്രാഥമികമായൊരു കാര്യമുണ്ട്. നമ്മളൊരു ക്ഷേത്രവിശ്വാസിയാണെങ്കിൽ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ അവിടെ ചോരയുണ്ടെങ്കിൽ അത് അശുദ്ധമാണ്. പക്ഷെ ശ്രീരാമനെ കുറിച്ച് ഇവർ പറയുമ്പോൾ ഇവർ ശ്രീരാമന് വേണ്ടി എത്രയോ നിരപരാധികളുടെ ചോര ഒഴുക്കിയവരാണ്. ഇന്ത്യയിൽ ബാബറി മസ്ജിദ് തകർത്തു, ഒരു ആരാധനാലയം തകർത്തു. അന്ന് ഈ പറയുന്ന ഇതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായ ആളുകൾക്ക് പോലും അഭിമാനപൂർവ്വം അത് ഇപ്പോഴും ഞങ്ങൾ തകർത്ത കുറ്റകൃത്യത്തെ ന്യായീകരിക്കാൻ സംഘപരിവാറിൻ്റെ ഭാഗമായ അടൽ ബിഹാരി വാജ്പേയി, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹം പുറം ലോകത്തോട് പറഞ്ഞത് ആ മസ്ജിദ് തകർക്കപ്പെട്ട ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കറുത്ത ദിവസമാണെന്ന്, ഇതൊരു മോശം കാര്യമാണെന്ന് വാജ്പേയിക്ക് പോലും ബോധ്യമുണ്ടായിരുന്ന ഒരു കുറ്റകൃത്യം ചെയ്ത ആളുകളാണിത്. അപ്പോൾ തകർക്കുന്നതിന് വഴി തെളിച്ചവരിൽ കോൺഗ്രസും ഉണ്ടല്ലോ, നരസിംഹറാവു ഉണ്ടല്ലോ. അല്ല, അതിലേക്കൊക്കെ നമുക്ക് വരാം. അല്ല, അത് 80കളുടെ രാഷ്ട്രീയത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. 80കളുടെ രാഷ്ട്രീയം കോൺഗ്രസിനെ മാത്രം പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടൊരു ചർച്ചയാ നിങ്ങൾക്ക് അങ്ങനെ ആവാമെങ്കിൽ നിങ്ങൾക്ക് നടത്താം, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ 80കളിൽ ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെട്ട മുസ്ലിം വിരുദ്ധമായൊരു മാനസികാവസ്ഥയുണ്ട്. അത് ആദ്യം വരുന്നത് എങ്ങനെയാ? ഇവിടെ ഷബാനു ബീഗം കേസിനെ തുടർന്ന് ഇന്ത്യയിൽ രാജീവ് ഗാന്ധി മുസ്ലിം വ്യക്തി നിയമം സംരക്ഷിക്കാൻ വേണ്ടി ഒരു ബില്ല് കൊണ്ടുവരുന്നു. രാജീവ് ഗാന്ധി ആ ബില്ല് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഇന്ത്യ രാജ്യം ഇവിടുത്തെ ഭരണഘടന രൂപീകൃതമായപ്പോൾ മുസ്ലിങ്ങൾക്ക് വിശ്വാസികളായി അന്തസ്സോട് ജീവിക്കാൻ ഈ രാജ്യം കൊടുത്ത ഉടമ്പടി, രാജ്യം മുസ്ലിങ്ങൾക്ക് കൊടുത്ത ഉറപ്പ്, അത് ലംഘിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഒരു മുസ്ലിമിന് മുസ്ലിമായി ജീവിക്കാൻ ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മുസ്ലിം വ്യക്തി നിയമം,
ബാബറി മസ്ജിദിന്റെ ആരാധന വളരെ പ്രധാനമാണ്. അതൊരു ആരാധനാലയമാണ്. ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലെ ഭരണഘടനയിലെ മൗലിക അവകാശമാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ അതിനേക്കാൾ പ്രധാനമാണ് ഒരു മുസ്ലിമിന് മുസ്ലിമായി നിലനിൽക്കാനുള്ള മുസ്ലിം വ്യക്തി നിയമം. അന്ന് രാജീവ് ഗാന്ധി നടപ്പിലാക്കിയപ്പോൾ ഇന്ന് സംഘപരിവാർ വിരുദ്ധരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ, CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ, ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ പോലുള്ള മുസ്ലിം പരിഷ്കരണവാദികളായി രംഗത്ത് വന്ന ആളുകൾ, അവരൊക്കെ കോൺഗ്രസ് വലിയ തോതിൽ മുസ്ലിം പ്രീണനം നടത്തുന്നു എന്ന് പറഞ്ഞ് സമ്മർദ്ദത്തിലാക്കുകയും ഇന്ന് സംഘപരിവാർ ആരോപിക്കുന്ന കോൺഗ്രസ് മുസ്ലിം പ്രീണനം നടത്തുന്നു എന്ന് പറയുന്ന ആ ടാഗ് ആദ്യം രാജീവ് ഗാന്ധിക്ക് കോൺഗ്രസിൽ കൊടുത്തത് ആരാ? അപ്പൊ കോൺഗ്രസ് ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല, കോൺഗ്രസിന് പിശക് പറ്റിയിട്ടില്ല എന്നൊന്നും ഞാൻ അങ്ങനെ ന്യായീകരിച്ചും എഴുതുന്നില്ല. പക്ഷേ കോൺഗ്രസിന് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ആളുകൾ സ്വയം വിമർശനപരമായി 80കളുടെ രാഷ്ട്രീയത്തിൽ തങ്ങൾ ചെയ്ത സംഭാവന എന്തെന്ന് പരിശോധിക്കണം. ഇപ്പൊ കേരളത്തിനകത്ത് CPM ചെയ്യുന്നത് എന്താ? CPM ചെയ്തത് ഒരൊറ്റ വാചകത്തിൽ കോൺഗ്രസ് ആണ് ഇതിന് കാരണക്കാർ. പക്ഷെ 80കളുടെ രാഷ്ട്രീയം വളരെ സൂക്ഷ്മമായി നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്താൽ അതിൽ CPM-നെയും കാണാം. നമുക്ക് ഭൂതകാലത്തെക്കുറിച്ച്, വിദൂര ഭൂതകാലത്തെക്കുറിച്ച്, സമീപ ഭൂതകാലത്തെക്കുറിച്ചും നിരന്തരം ചർച്ച ചെയ്യാം, തർക്കിക്കാം, കോൺഗ്രസിനെ പറ്റി പിഴവുകളെ കുറിച്ച് പറയാം. പക്ഷെ ഇപ്പോൾ വർത്തമാനകാലത്ത് സംഘപരിവാറിന്റെ ഒരു ഭരണകൂടം നിലനിൽക്കുകയാണ്. വർത്തമാനകാലത്ത് കോൺഗ്രസ് എടുക്കുന്ന നിലപാട് പ്രധാനമാണ്. ശ്രീ അനൂപ് വിആർ, നിങ്ങളിപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ച് BJP-യോട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ജനാധിപത്യം ഏറ്റവും അപകടകരമായ അവസ്ഥയിൽ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് പ്രധാനമാണ്. കോൺഗ്രസ് എവിടെ നിൽക്കുന്നു എന്നുള്ള പ്രധാനമാണ്. നിങ്ങൾക്ക് എവിടെ നിൽക്കണമെന്ന് അറിയില്ല എന്നൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. നിങ്ങൾക്ക് പോകണമോ പോകാതിരിക്കണമോ, പോയില്ലെങ്കിൽ എന്ത് പറ്റും, പോയാൽ എന്ത് പറ്റും? ഈ ആശങ്കയിൽ നിങ്ങൾ ഇങ്ങനെ നട്ടം തിരിയുകയാണ്. തീർച്ചയായും ഈ ആശങ്ക എന്ന് പറയുന്നത് കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന ആശങ്ക മാത്രമല്ല, ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന ആശങ്കയാണ്. അപ്പുറത്ത് ഒരു സംഘപരിവാർ ഒരു ഗ്രാൻഡ് നരേറ്റീവ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ശ്രീരാമന്റെ അയോധ്യയിൽ നടക്കുന്ന പ്രതിഷ്ഠാ ദിനത്തിലേക്ക് കോൺഗ്രസിനെ ക്ഷണിക്കുന്നു. ഈ പറയുന്ന ശ്രീരാമൻ എന്ന് പറയുന്നത് ഗാന്ധിയുടെ ശ്രീരാമനല്ലാതെ നമുക്കറിയാം, സ്മൃതിക്കറിയാം, എനിക്കറിയാം. പക്ഷേ ഇവിടെ ഉത്തരേന്ത്യയുടെ ഈ പറയുന്ന വിശാല ഭൂമികയിൽ ആ ശ്രീരാമന്റെ ക്ഷേത്രത്തിലേക്ക് കോൺഗ്രസിനെ ക്ഷണിക്കുന്നു, കോൺഗ്രസ് പിന്മാറുന്നു എന്ന സാഹചര്യം വരുമ്പോൾ കോൺഗ്രസ് അത് രാജ്യവിരുദ്ധരായും രാമവിരുദ്ധരായും അതിനെ ചിത്രീകരിക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് അപ്പോൾ അവരുടെ നരേറ്റീവിൽ നിങ്ങളും കുടുങ്ങിയാണ്. അവർ പറയുന്നത് പോലെയാണ് ജനം വിശ്വസിക്കുക. അതായത് കോൺഗ്രസ് വന്നില്ലെങ്കിൽ ജനങ്ങളെ വഞ്ചിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ അത് ജനം വിശ്വാസത്തിലെടുക്കും. അതായത് BJP എന്താണോ പറയുക അതാണ് വിശ്വാസത്തിലെടുക്കുക. അവിടെ ഇപ്പോൾ കോൺഗ്രസ് പോയിട്ട് എന്ത് നേട്ടമാണ് കോൺഗ്രസ് ഉണ്ടാക്കാനുള്ളത് എന്ന് താങ്കൾ അടുത്ത ഘട്ടത്തിൽ വിശദീകരിക്കണം. ശ്രീ അനൂപ് വിആർ. ശ്രീ VPP മുസ്തഫ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ശരി, ആഗ്രഹമാണ്, ആഗ്രഹ ചിന്തയാണ്. കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ ആഗ്രഹ ചിന്തയാണ് ശ്രീ അനൂപ്. തീർച്ചയായും താങ്കളിലേക്ക് വരാം. ശ്രീ VPP മുസ്തഫ, അങ്ങോട്ടില്ല, ക്ഷണം ലഭിച്ചു എന്ന് ആദ്യം പറഞ്ഞത് സീതാറാം യെച്ചൂരിയാണ്. ഡി രാജയും പറഞ്ഞു. പക്ഷേ നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത രണ്ട് പാർട്ടികൾക്ക് അത് പറയാം എന്നുള്ളതാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെ പറയുന്നത്. ഉത്തരേന്ത്യയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ യാഥാർത്ഥ്യം അതുമാണല്ലോ. ഇവിടെ അതിൽ നേട്ടം കൊയ്യുകയും ചെയ്യാം. ആ നിലയ്ക്കാണ് നിങ്ങളുടെ ആ സമീപനം എന്ന് വിമർശിക്കുമ്പോൾ ഇപ്പോൾ കോൺഗ്രസ് എടുക്കുന്ന സമീപനത്തെ കൂടി നിങ്ങൾ അതിന്മേൽ കൂടിയുള്ള നിങ്ങളുടെ നിലപാട് അറിയിക്കണം. CPM-നെ സംബന്ധിച്ച് അയോധ്യയുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് പുതിയതല്ല എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമാണ്. കോൺഗ്രസിനുള്ള മറുപടി. കോൺഗ്രസ് അങ്ങനെയല്ലാതെ മറ്റെന്തെങ്കിലും നിലപാട് സ്വീകരിക്കും എന്ന് സ്മൃതിക്ക് തോന്നുന്നുണ്ടോ? ഈ ഒരു സംഭവത്തിൽ മാത്രമല്ലല്ലോ. ഇപ്പം നമ്മൾ ഏകീകൃത സിവിൽ കോഡിന്റെ കാര്യത്തിലും ഇവരുടെ വാദങ്ങൾ അങ്ങനെ തന്നെയല്ലേ ഉണ്ടായിരുന്നത്. ഇന്ന് വരെ ഏകീകൃത സിവിൽ കോഡിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ഇപ്പോൾ BJP ഗവൺമെന്റിന്റെ നീക്കത്തെ സംബന്ധിച്ച് സുചിന്തിതമായ ഒരു നിലപാടെടുത്തോ? വരട്ടെ കാത്തിരിക്കുകയല്ലേ. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി ന്യായീകരിക്കുന്നത് എങ്ങനെയാ, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരാകെ ന്യായീകരിക്കുന്നത് എങ്ങനെയാ? ഞങ്ങൾക്ക് ഉത്തരേന്ത്യൻ രാഷ്ട്രീയമുണ്ട്, ആ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ ഇവരെ ക്ഷണിക്കാൻ പോയത് ആരാ? രാമജന്മഭൂമി ട്രസ്റ്റിന്റെ ആളുകളോ രാമജന്മഭൂമി എന്ന് പറയുന്ന പവിത്രമായ ഒരു മതവിശ്വാസ കേന്ദ്രത്തിന്റെ ആളുകളല്ലല്ലോ, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആളുകളാണ് കൂട്ടിക്കൊണ്ടുപോയത്. സീതാറാം യെച്ചൂരി ഇന്നലെ കാസർഗോഡ് പ്രസംഗിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് അദ്ദേഹം സൂചിപ്പിച്ചല്ലോ. എന്റെ ഓഫീസിലേക്ക്, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലേക്ക് ഡൽഹിയിലേക്ക് വന്നത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആളുകളാ. വിശ്വ ഹിന്ദു പരിഷത്ത് ആരാണ്? ഇന്ത്യയിലെ ആകമാനം ഹിന്ദുക്കളുടെ സംഘടനയാണോ അത്? ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദു ജനതയെ പ്രതിനിധീകരിക്കുന്ന ഒന്നാണോ അത്? സംഘപരിവാറിന്റെ ഒരു സംഘടനയല്ലേ അത്? RSSന്റെ സംഘടനാ രൂപമല്ലേ അത്? RSSന്റെ സംഘടനാ രൂപമായ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആളുകൾ വന്ന് ക്ഷണിച്ചാൽ അവരോട് നോ പറയാൻ എന്തേ കോൺഗ്രസിനാവാത്തത്?
അത് പിന്നെ CPM-ന്റെയോ CPI-യുടെയോ പിന്നെ വോട്ടിന്റെ പ്രശ്നമാണോ? ഞങ്ങൾക്ക് എവിടെ സ്വാധീനമുണ്ട് എന്നുള്ളതിന്റെ പ്രശ്നമാണോ? വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള RSS സംഘടനകളെ പടിക്ക് പുറത്തു നിർത്താൻ വേണ്ടി കഴിയണ്ടേ? അങ്ങനെ ആവാത്തത് എന്തുകൊണ്ടാ? അത് തന്നെയല്ലേ അപ്പുറത്ത് RSSന് ഈ ഹിന്ദുത്വ വർഗീയവാദികൾക്ക് മുതലെടുക്കാൻ കഴിയുന്നത്? നിങ്ങൾ കാണേണ്ടത് ഹിന്ദുത്വ എന്ന് പറയുന്നത് വേറെയാണ്, ഹിന്ദു എന്ന് പറയുന്നത് വേറെയാണ്. ഇവിടത്തെ കോൺഗ്രസ്സുകാർക്ക് ഇനിയും അത് മനസ്സിലാകുന്നില്ലല്ലോ. അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്, ഹിന്ദുത്വം എന്താണ്, ഹിന്ദു മതം എന്താണ് എന്ന്. പക്ഷെ അപ്പോഴും രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രതിഷ്ഠാ ദിനത്തിൽ പോകണോ പോകണ്ടയോ എന്ന കാര്യത്തിൽ അവർക്ക് ആശങ്കയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ നോക്കൂ, അവരുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഐക്കണാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി പറയുന്നത് എന്തുകൊണ്ടാണ് മെയിൻ സ്ട്രീം കോൺഗ്രസ്സുകാർക്ക് തന്നെ ബോധ്യമാകാത്തത്? എന്നിട്ടും അവർ എന്തുകൊണ്ടാണ് ഒരു തീരുമാനത്തിലെത്താത്തത്? ഇത് ഇന്നത്തെ കോൺഗ്രസിന്റെ മാത്രം അങ്കലാപ്പാണോ? യഥാർത്ഥത്തിൽ ബാബരി മസ്ജിദ് ഇഷ്യൂ ഇന്ന് കാണുന്ന നിലയിലേക്ക് ഒരു ദുരന്ത കഥയാക്കി മാറ്റി തീർത്തതാരാ? അത് അന്നത്തെ ഉത്തർപ്രദേശിന്റെ ആ പ്രവിശ്യയിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഗോവിന്ദ വല്ലഭ് പന്തല്ലേ? 1949 ഒരു ദിവസം പുലരുമ്പോഴേ അവിടെ ബാബരി മസ്ജിദിൽ ഒരു രാമവിഗ്രഹം പ്രത്യക്ഷപ്പെടുന്നു. ഈ വിവരം അധികാര കേന്ദ്രങ്ങളിലേക്ക് ഉടനെ പോകുന്നു. കാരണം അതൊരു പ്രധാനപ്പെട്ട ക്രമസമാധാന പ്രശ്നമായിട്ട് മാറുമല്ലോ. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി കോൺഗ്രസിന്റെ പരമോന്നത നേതാവ് ശ്രീ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ത് നിർദ്ദേശമാണ് താഴോട്ടേക്ക് കൊടുത്തത്? എത്രയും വേഗം അതെടുത്ത് സരയുവിലേക്ക് എറിയൂ, അല്ലെങ്കിൽ നാളെ അതൊരു വർഗീയ കലാപത്തിന്റെ വിത്തായി മാറും. പക്ഷേ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഗോവിന്ദ വല്ലഭ് പന്ത് തന്റെ നേതാവായ പ്രധാനമന്ത്രിയായ നെഹ്റുവിന്റെ നിർദ്ദേശം കേട്ടില്ല. എന്തുകൊണ്ടാണ് കേൾക്കാതിരുന്നത്? തെരഞ്ഞെടുപ്പായിരുന്നു. അന്ന് ഫൈസാബാദിൽ അവിടുത്തെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായിരുന്ന നിയമസഭാംഗം രാജിവെച്ച ഒഴിവിൽ ബൈ ഇലക്ഷൻ നടക്കുകയാണ്. ആ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടപ്പോ ഈ രാമലീല വിഗ്രഹം എടുത്തു മാറ്റണമെന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം നടപ്പിലാക്കിയില്ല. പകരം ആ പേര് പറഞ്ഞിട്ട് പള്ളി പൂട്ടിയിട്ടു. ഇതല്ലേ സംഭവിച്ചത്? അത് പിന്നെ തുറന്നു കൊടുക്കുന്നത് ആരാ? ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ കോൺഗ്രസ് പ്രതിനിധി, 1986 ദീർഘകാലം പൂട്ടിയിട്ട പള്ളി തുറന്നു കൊടുക്കുന്നത് ആരാ? രാജീവ് ഗാന്ധി. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്ന എന്താ? രാജീവ് ഗാന്ധി തന്റെ മുത്തച്ഛൻ പറഞ്ഞിരുന്ന ആ നിർദ്ദേശം 49 നിർദ്ദേശം നടപ്പിലാക്കിയല്ലേ വേണ്ടത്? അതിനു പകരം ആ പള്ളി മറ്റൊരു മതവിശ്വാസികൾക്ക് കൂടി ഈ വിഗ്രഹത്തിന്റെ പേര് പറഞ്ഞ് തുറന്നു കൊടുത്തു. 1989 അവിടെ ശിലാന്യാസം നടത്താൻ അനുവാദം കൊടുത്തു. ഇതെല്ലാം രാജീവ് ഗാന്ധിയുടെ കാലത്തല്ലേ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത്? നേരത്തെ അദ്ദേഹം തന്നെ വലിയ അവകാശവാദമായിട്ട് ഉന്നയിച്ച ഈ മുസ്ലിം വനിതാ സംരക്ഷണ നിയമത്തിന്റെ പേരിൽ മുസ്ലിം പ്രീണനം മുദ്രകുത്തപ്പെട്ടപ്പോൾ മറുഭാഗം ഹിന്ദു ഭൂരിപക്ഷത്തെ സ്വാധീനിക്കാൻ വേണ്ടി ഈ നടപടി സ്വീകരിച്ചു. അതിന്റെ ഫലം എന്താ? 1989 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ സീറ്റുകളുടെ എണ്ണം 85 വർദ്ധിച്ചു. ശ്രീ VPP മുസ്തഫ, സീറ്റ് വർധനയിലേക്ക് വരുമ്പോൾ നമുക്കിങ്ങനെ ചരിത്രം മുഴുവൻ പറഞ്ഞു നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വർത്തമാനത്തിലേക്ക് ഒന്ന് വരണം. അല്ല സ്മൃതി, ഒരൊറ്റ മിനിറ്റ്. അല്ലല്ല, അങ്ങനെ പോകരുത്. അങ്ങനെ പോകുന്നത് ശരിയല്ലോ. ഞാനൊന്ന് ആ BJP പ്രതിനിധി പറഞ്ഞതിനോട് കൂടി അദ്ദേഹം ഈ രാമ എന്ന് പറയുന്ന ആദർശ പുരുഷ സങ്കല്പത്തെ കുറിച്ച് പറഞ്ഞു. എന്താ രാമ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം? രാമ എന്ന ശബ്ദത്തിന്റെ അർത്ഥം രമിപ്പിക്കുന്നവൻ, യോജിപ്പിക്കുന്നവൻ എന്നല്ലേ? ഇവിടെ നിങ്ങൾ ഈ അമ്പും വില്ലും കുറച്ചു നിൽക്കുന്ന ശ്രീരാമ ഭഗവാന്റെ ചിത്രങ്ങൾ സ്ഥാപിച്ചിട്ട് ചെയ്യുന്നത് എന്താ? അന്യമത വിദ്വേഷം ഉണ്ടാക്കുകയല്ലേ, അപരവിദ്വേഷം ഉണ്ടാക്കുകയല്ലേ? അതിന്റെ ഭാഗമായിട്ട് ഇതാ ഈ പറഞ്ഞ പള്ളി പൊളിച്ചിട്ടാണ് പണ്ട് അമ്പലം പൊളിച്ചിട്ടാണ് പണ്ട് മുഗൾ ചക്രവർത്തിമാർ ക്ഷേത്രം നിർമ്മിച്ചത്. അവിടെ ഇതാ ഞങ്ങൾ വീണ്ടെടുത്തു. ഇങ്ങനെ വർഗീയ കാലുഷ്യം ഉണ്ടാക്കാനല്ലേ നിങ്ങൾ ശ്രമിക്കുന്നത്? യഥാർത്ഥത്തിൽ രാമ എന്ന് പറയുന്ന ആദർശ പുരുഷനെ അവതരിപ്പിക്കാനാണെങ്കിൽ രാമ എന്ന ശബ്ദത്തിന്റെ അർത്ഥം അദ്ദേഹം മുന്നോട്ട് വെച്ച ഈ രമിപ്പിക്കുക, കൂട്ടിയോജിപ്പിക്കുക എന്ന നിലപാടല്ലേ സ്വീകരിക്കേണ്ടത്? അതിന് പകരം വർത്തമാനകാലത്തിലേക്ക് വരണം. വിശ്വാസവും വികസനവും രണ്ടും ഒരുപോലെ ചേർത്തുകൊണ്ടാണ് മോദിയുടെ പദ്ധതികൾ, മോദിയുടെ അജണ്ട നടപ്പാക്കുന്നത് എന്നുള്ളത് താങ്കൾക്കും അറിയാമല്ലോ. ഇന്നിപ്പോൾ അയോധ്യയിലെത്തുമ്പോൾ അദ്ദേഹം 4600 കോടിയുടെ പദ്ധതികളാണ് പ്രഖ്യാപിക്കുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹം പോയ വീട് 10 കോടി സിലിണ്ടറുകളാണ് വീടുകളിലേക്ക് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അതിലെ അവസാനത്തെ സിലിണ്ടർ കിട്ടിയ ആളുടെ വീട്ടിലാണ് സന്ദർശനം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ 10 കോടി സിലിണ്ടറുകൾ നൽകിയിരിക്കുന്നു.
ഈ പ്രധാനമന്ത്രി എന്നുള്ള ഒരു കാര്യം ഈ രാജ്യം മുഴുവൻ കാണുകയാണ്. വികസനം നടക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു വശത്ത് ആ രൂപത്തിലും കൂടി പോകുന്നു. രണ്ടും കൂടി ചേർത്തുകൊണ്ടുള്ള രൂപത്തിലാണ് BJP മുന്നേറുന്നത്. അതിനെ തടയാൻ ഇപ്പോൾ നിലവിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ശക്തിയുണ്ടോ? തീർച്ചയായിട്ടും. നിങ്ങൾ നോക്കൂ, ഇത് ഇപ്പൊ അധികാരമുള്ളത് കൊണ്ട് വികസനം കൂടി പറയുന്നതല്ലേ ഉള്ളൂ. എന്നാൽ 80കളിൽ തൊട്ട് അവർ ശ്രീരാമ ജന്മഭൂമി പ്രസ്ഥാനം ആരംഭിക്കുന്നത് എങ്ങനെയാ? അതെന്തെങ്കിലും വികസനം പറഞ്ഞിട്ടുണ്ടോ? അന്ന് ഏതെങ്കിലും തരത്തിലുള്ള പുരോഗതിയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? കാലത്തിനനുസരിച്ച് ഇതുകൂടെ വേണമെന്ന് മനസ്സിലാക്കി രണ്ടും കൂടി ചേർത്ത് പറയുന്നു. സ്മൃതിയില്ല, അവർക്ക് അവരുടെ സ്ട്രാറ്റജി തെറ്റുകയാണ്. കാരണം എന്താ, ഈ സിലിണ്ടർ ഇന്ന് രാജ്യത്തെ കോടിക്കണക്കിന് മനുഷ്യരെ പൊള്ളിക്കുന്ന ഒരു സംഗതിയാണല്ലോ. 10 വർഷം മുമ്പ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഒരു സിലിണ്ടർ ഗ്യാസിന്റെ വില എത്രയായിരുന്നു? പാചകവാതകത്തിന്റെ, ഗാർഹിക ഉപഭോക്താക്കളുടെ. ഇന്ന് അത് എവിടെ എത്തി നിൽക്കുകയാണ്? അതിന് കൊടുത്തുകൊണ്ടിരുന്ന സബ്സിഡി, ആ സബ്സിഡി കൊടുക്കാൻ വേണ്ടിയിട്ട് അത് നേരിട്ട് വിലയുടെ രൂപത്തിൽ തന്നെ ആളുകൾക്ക് ലഭിച്ചിരുന്നതാണ്. അതിന് പകരം നിങ്ങൾ ആദ്യം മുഴുവൻ പണവും കൊടുത്ത് അടച്ചോളൂ, ഞങ്ങളിതാ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സബ്സിഡി മാറ്റിത്തരും. ആ സബ്സിഡി നിലച്ചിട്ട് എത്ര വർഷമായി? ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ ചിത്രം വെച്ചിട്ട് സിലിണ്ടറിന്റെ കണക്ഷൻ കൊടുത്തുകൊണ്ട് കാര്യമില്ലല്ലോ. സാധാരണ മനുഷ്യർ ഈ പറഞ്ഞു, ഇപ്പൊ ഉത്തരേന്ത്യയാണല്ലോ പറഞ്ഞത്, ആ ഉത്തരേന്ത്യയിലൊക്കെ വെറും നാമമാത്രമായ കൂലിയല്ലേ അവിടെ ഉള്ളത്? ആ നാമമാത്രമായ കൂലി വാങ്ങിച്ച് ജീവിക്കുന്ന മനുഷ്യർ എങ്ങനെ ഈ സിലിണ്ടർ ഉപയോഗിച്ച് അതുകൊണ്ടല്ലേ ഇപ്പോഴും നിങ്ങൾ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ പോയാൽ സിലിണ്ടർ അല്ല അവർക്ക് പ്രധാനം, അവരിപ്പോഴും ചാണകവരളിയും കൊണ്ട് നടക്കുകയാണ്. മറുപടി പറയേണ്ടത് നിങ്ങൾ വലിയ പദ്ധതികളുടെ മേനി പറയുന്നു, പക്ഷേ സാധാരണക്കാരുടെ ജീവിതാവസ്ഥ എന്താണ്? തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു, വിലക്കയറ്റം കൂടുന്നു, നോട്ട് നിരോധനത്തിന്റെ ഭാഗമായി തകർന്ന അസംഘടിത മേഖലയുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുന്നു. പല സൂചികകളിലും ഈ രാജ്യം പിന്നാക്കം പോകുന്ന സാഹചര്യമാണ്. പക്ഷെ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് വിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വോട്ട് നേടാം എന്നുള്ള നിങ്ങളുടെ അജണ്ട നടപ്പാക്കുന്നു. അത് വിജയിക്കുമോ എന്ന് കണ്ടറിയാം. അത് വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടാകും. പക്ഷേ ഈ VPP മുസ്തഫ ചൂണ്ടിക്കാണിച്ച ഘടകങ്ങൾ അതിവിടെ രാജ്യത്ത് നിലനിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ശരി സ്മൃതി, മറുപടി പറഞ്ഞോട്ടെ. ഇവിടെ പലരും, ഇവിടെ 3 പേരും ഓരോ വരിയിൽ ഓരോ കാര്യം പറഞ്ഞിട്ട് പോകും. ഇതിനെല്ലാത്തിനും ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മറുപടി പറയേണ്ടത് ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് എനിക്കൊരല്പം സമയം തരണം. ഒന്ന്, ഇദ്ദേഹം പറയുന്നത്, നമ്മുടെ അനൂപ് പറഞ്ഞതിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങാം. അദ്ദേഹം പറയുന്നത് ഹിന്ദുവിൻ്റെ കുത്തക മുഴുവൻ RSS കൈയടക്കി വെച്ചിരിക്കുന്ന തലത്തിലാണ് പെരുമാറുന്നതെന്നാണ്. ശരി അനൂപെ, ഞങ്ങൾ ഹിന്ദുവിൻ്റെ കുത്തകയൊന്നും ഞങ്ങൾ കൈയടക്കി വെക്കുന്നില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. ഈ രാമജന്മഭൂമി വിഷയത്തിൽ നിന്ന് തന്നെ ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഏതാണ്ട് 500 വർഷമായി രാമജന്മഭൂമി വിഷയം ഈ രാജ്യത്ത് കത്തി നിൽക്കാൻ തുടങ്ങിയിട്ട്. അത് 1949 തുടങ്ങിയൊന്നുമല്ല, 1900കളിൽ തുടങ്ങിയതുമല്ല, 1886 തുടങ്ങിയതുമല്ല, 1853 തുടങ്ങിയതുമല്ല, 1700കളിൽ 1600കളിലും ഒക്കെ കത്തി നിന്നിരുന്ന വിഷയം തന്നെയാണ്. തെളിവ് വേണമെങ്കിൽ തെളിവ് തരാനും സാധിക്കും, അതിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ 1855 മുതൽ സുപ്രീം കോടതിയുടെ വിധി അതിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ പഴയ കാര്യങ്ങൾ കോട്ട് ചെയ്യുന്ന സമയത്ത് പറയുന്നുണ്ട്. 1855 മുതൽ ഈ പറയുന്ന ഇന്ന് നിലവിൽ കാണുന്ന ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചറിനെ 2ആയി ഭാഗിച്ചിരുന്നു. താൽക്കാലികമായിട്ടൊരു ഷീൽഡ് അവിടെ വെച്ചുവെന്നും ഇന്നർ കോട്ടെന്നും ഔട്ടർ കോട്ടയാടെന്നും പറയുന്ന 2ആയിട്ട് തിരിച്ചുവെന്നും അവിടെ ശ്രീരാമന്റെ പ്രതിഷ്ഠ അവിടെ ഉണ്ടായിരുന്നുവെന്നും അവിടെ പൂജ നടന്നിരുന്നു എന്നുള്ള കാര്യം 1886 അത് ജില്ലാ കോടതിയിലേക്ക് എത്തുന്നത്. അവിടെ മുതൽ കോടതി വ്യവഹാരങ്ങൾ തുടങ്ങി വരികയാണ്. അപ്പോൾ ഇത് 1925 RSS രൂപീകരിച്ചതിന് ശേഷം തുടങ്ങി വന്നൊരു പ്രശ്നമാണോ? നിങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ തോന്നുമല്ലോ ഇത് RSS തുടങ്ങി വെച്ച വിഷയമാണ് എന്നുള്ള കാര്യം. ഈ വിഷയത്തിൽ കോൺഗ്രസ് എവിടെയാണ് നിന്നത്? 1980-കൾക്ക് ശേഷമല്ലേ BJP വന്നത്? 1990-കളിലാണല്ലോ BJP ഈ വിഷയം ഏറ്റെടുക്കുന്നത്. 1990-കൾ വരെ കോൺഗ്രസ് എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ആരുടെ കൂടെയാണ് നിങ്ങൾ നിന്നത്? അപ്പോൾ ഹിന്ദുവിൻ്റെ കുത്തക BJPക്ക് തരണ്ട, RSSന് തരണ്ട, നിങ്ങൾ എടുത്തോ. നിങ്ങൾ പറയുന്നത് ജനം വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു ശ്രീരാമ വിരുദ്ധരായിട്ട് കോൺഗ്രസിനെ ചിത്രീകരിക്കുവാനുള്ള ശ്രമമാണെന്ന്. നിങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങിപ്പോയി പറയുന്നേ. നിങ്ങളിപ്പോൾ കുറച്ച് നേരത്തെ എനിക്ക് ക്ലാസ് എടുത്തു തന്നല്ലോ, ഗാന്ധിയുടെ രാമൻ വേറെയായിരുന്നു, ഞങ്ങളുടെ രാമൻ വേറെയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ. ശരി, നിങ്ങളത് പോയി നാട്ടുകാരോട് പറയുന്നേ, ജനങ്ങളോട് പറയുന്നേ, അവരുടെ രാമൻ വേറെയാണ്, നിങ്ങളുടെ രാമൻ വേറെ രാമനാണ് എന്നൊക്കെ ഉള്ള കാര്യം പോയി പറയുന്നത്. ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഏറ്റെടുക്കട്ടെന്നേ. വേണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞോ?
ഞങ്ങൾക്ക് ഒരു കുത്തകയും തരണ്ട. നിങ്ങൾ ഈ ജനങ്ങൾ എന്ന് പറയുന്ന മുഴുവൻ ജനങ്ങൾ എന്ന് പറയുന്ന മുഴുവൻ നിങ്ങളെ പിന്തുണയ്ക്കുന്നവരാണെന്ന് എങ്ങനെയാണ് ഈ അവകാശവാദം പറയുക യുവരാജ്? അല്ല, ഞങ്ങൾ പറയുന്നില്ലല്ലോ. ഞങ്ങൾ അവരോടാണ് പറഞ്ഞത് ഞങ്ങളുടെ രാമൻ എന്തോ കുഴപ്പക്കാരനായ രാമനാണ്, അവര് പറയുന്ന രാമനാണ് ഉത്കൃഷ്ടനായ രാമൻ എന്നാണല്ലോ അവർ പറയുന്നത്. ആയിക്കോട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അവരോട് പോയി പറയാൻ പറയും. അവര് പിന്നെ എന്തിനാണ് ഇത്രയും ആശങ്കപ്പെടുന്നത്? അവര് പറയുന്നത് ശരിയാണ്, അവര് പറയുന്നതിനകത്താണ് എല്ലാ കണ്ടന്റും ഉള്ളതെന്നുണ്ടെങ്കിൽ അവരെന്തിനാണെന്ന് ഈ ആശങ്കപ്പെടുന്നത്? അവരെ ശ്രീരാമ വിരുദ്ധരായി ചിത്രീകരിക്കുമെന്ന് അവരെന്തിനാണെന്ന് ആശങ്കപ്പെടുന്നത്? അവരുടെ നിലപാട് എന്തായിരുന്നു എന്നുള്ള കാര്യം കാലാകാലങ്ങളായിട്ട് ഈ ജനങ്ങൾ കണ്ടുവരുന്നതാണ്. ശ്രീ VPP മുസ്തഫയുടെ പറയുന്നുണ്ടായിരുന്നു 1949 അതിൻ്റെ അകത്ത് ശ്രീരാമ പ്രതിഷ്ഠ വിഗ്രഹം കൊണ്ട് വച്ചതിന് ശേഷമാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്ന്. 1934 മുതൽ ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ആ സ്ട്രക്ചറിനകത്ത് മുസ്ലിങ്ങൾ നമാസ് ഓഫർ ചെയ്യുന്നില്ലായിരുന്നു എന്നുള്ള കാര്യം ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്. താങ്കളൊന്ന് എടുത്തു വെച്ച് താങ്കൾ ഇപ്പോൾ ഈ കോടതി വിധി അന്തിമ വിധിയുമായി ബന്ധപ്പെട്ടാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 49 ഡിസംബർ 22 ബാബറി മസ്ജിദിൽ രാമവിഗ്രഹം കടത്തിവെച്ചത് അക്രമ പ്രവർത്തനമാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അല്ല, ഡിബേറ്റിനുണ്ടോ സ്മൃതി? അല്ല, ഡിബേറ്റിനുണ്ടോ സ്മൃതി? 1857 മുതൽ അതിനകത്ത് 1855, 57 മുതൽ അവിടെ ശ്രീരാമ വിഗ്രഹം ഉണ്ട്. 1949 ഡിസംബർ 22 ബാബറി മസ്ജിദിൽ രാമവിഗ്രഹം കടത്തിവെച്ചത് അക്രമ പ്രവർത്തനമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. 92 ഡിസംബർ 6 BJPയുടെ മാർക്സിസ്റ്റ് നേതാക്കളുടെ സാന്നിധ്യത്തിൽ പള്ളി പൊളിച്ചതിനെയും കോടതി ന്യായീകരിച്ചിട്ടില്ല. ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കുക എന്ന രൂപത്തിലേക്ക് കോടതി എത്തിയില്ല. ആ കോടതി വിധിക്കെതിരെയൊക്കെ വിമർശനമുണ്ട്. അപ്പുറത്ത് ഒരു മുസ്ലിം പള്ളി നിർമ്മിക്കണം, അപ്പുറത്തൊരു മുസ്ലിം പള്ളി നിർമ്മിക്കണം എന്നുകൂടി ആഹ്വാനം ചെയ്തുകൊണ്ടാണല്ലോ കോടതി വിധി ആണല്ലോ. അതിന്മേലെ ഒരു വാചകം പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടോ? അതിന്മേലെ ഒരു വാചകം പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടോ യുവരാജ് ഗോകുൽ? അല്ലാന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. കേട്ടില്ല, എന്തായിരുന്നു? കേട്ടില്ല. അയോധ്യ ക്ഷേത്രത്തിനൊപ്പം അപ്പുറത്ത് ഒരു മുസ്ലിം പള്ളി കൂടി നിർമ്മിക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാചകം പ്രധാനമന്ത്രി ഈ ആഹ്വാനത്തിനിടയിൽ എവിടെയെങ്കിലും നടത്തുന്നത് കേട്ടിട്ടുണ്ടോ? അപ്പോൾ അതിന് പ്രധാനമന്ത്രി അല്ലല്ലോ ഈ പറയുന്ന ക്ഷേത്രം നിർമ്മിക്കുന്നത്. ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത് ട്രസ്റ്റാണ് നിർമ്മിക്കുന്നത്. ആ ട്രസ്റ്റിന്റെ പരിപാടിക്കാണ് പ്രധാനമന്ത്രി പോകുന്നത്. അല്ലാതെ പ്രധാനമന്ത്രി അല്ല അമ്പലം പണിയുന്നതും പ്രധാനമന്ത്രി അല്ല പള്ളി പണിയുന്നതും. ട്രസ്റ്റ് ക്ഷണിച്ചു, പ്രധാനമന്ത്രി പോകുന്നു. ഇവിടെ 1993 കേരള നിയമസഭ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നല്ലോ ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കണമെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ കോൺഗ്രസ്സുകാരോട് CPM-കാരോട് ചോദിക്കൂ, അവരവിടെ പള്ളി പണിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? വിധി വന്നിട്ട് 4-5 കൊല്ലമായില്ലേ? ഇവരെന്ത് ചെയ്തു? ഇവരുടെ ഈ പറയുന്ന ജൽപ്പനങ്ങൾ മുഴുവൻ ആത്മാർത്ഥമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർക്ക് അവിടെ 5 ഏക്കർ സ്ഥലത്ത് പള്ളി പണിയാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രിയുടെ പണിയല്ല അമ്പലം പണിയലും, പ്രധാനമന്ത്രിയുടെ പണിയല്ല പള്ളി പണിയലും. ഞാൻ ഇവിടെ നിങ്ങൾ കുറച്ച് നേരമായി പ്രധാനമന്ത്രി അവിടെ വന്ന് നടത്തുന്ന ആഹ്വാനത്തിന് എന്താണ് അർത്ഥം? പ്രധാനമന്ത്രി പറയുകയാണ് ജനുവരി 14 മുതൽ 22 വരെ ട്രസ്റ്റ് നടത്തട്ടെ. എന്താണ് പ്രധാനമന്ത്രി അവിടെ ചെന്ന് ആഹ്വാനം ചെയ്യുന്നത്? ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ജനുവരി 14 മുതൽ 22 വരെ ക്ഷേത്രങ്ങളിൽ ശുദ്ധീകരണ യജ്ഞം നടത്തണം. എന്തിനാണ്? ഈ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് 14 മുതൽ 22 വരെ രാജ്യത്തെ മുഴുവൻ ക്ഷേത്രങ്ങളിലും ശുദ്ധീകരണ യജ്ഞം നടത്തണം. എന്താണ് ആഹ്വാനത്തിന് അർത്ഥം? ഇവിടുത്തെ ക്ഷേത്രങ്ങൾ ശുദ്ധമല്ലേ? എന്താണ് ആ ശുദ്ധീകരണത്തിന് യജ്ഞം? എന്താണ് വിശ്വാസം? നിങ്ങൾ ആഹ്വാനം ചെയ്യുന്നതാണോ വിശ്വാസം? നിങ്ങളുടെ പോക്കറ്റിലാണോ യുവരാജ് ഗോകുൽ? ഇവിടെ ഹിന്ദുമത പോക്കറ്റിലാണോ? രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഹിന്ദുക്കളാണോ എന്ന ചോദ്യത്തിന് പ്രധാനമന്ത്രി മറുപടി പറയണ്ടേ? പ്രധാനമന്ത്രി ഒരു വിഭാഗത്തിന്റെ മാത്രം പ്രധാനമന്ത്രിയാണോ? ആരോടെങ്കിലും വന്ന് നിർബന്ധിച്ചോ ചെയ്യാൻ? രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ മുഴുവൻ ജനങ്ങളെയുമാണ് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യേണ്ടത്. ശ്രീ യുവരാജ് ഗോകുൽ, അത് ഹിന്ദുക്കളെ മാത്രമല്ല. ഈ രാജ്യം നാനാത്വത്തിൽ ഏകത്വത്തിൽ വിശ്വസിക്കുന്ന രാജ്യമാണ്. ഇവിടെ നിരവധി വിശ്വാസങ്ങളുണ്ട്. ഈ നിരവധി വിശ്വാസങ്ങളുള്ളവരുടെ കൊറോണ സമയത്ത് പ്രധാനമന്ത്രി ദീപം തെളിയിക്കാൻ പറഞ്ഞു. യോജിച്ചവരും വിയോജിച്ചവരും ഉണ്ടായിരുന്നു.
അല്ല, കൊറോണ സമയത്ത് പ്രധാനമന്ത്രി ദീപം തെളിയിക്കാൻ പറഞ്ഞു. യോജിച്ചവരും വിയോജിച്ചവരും കൊറോണയ്ക്ക് ദീപം തെളിയിക്കാൻ പറഞ്ഞതിനും വിമർശനമുണ്ട്. ഈ കൊറോണയ്ക്ക് ദീപം തെളിയിക്കാൻ പറഞ്ഞതുപോലെയല്ല ഇന്ന് അയോധ്യയിൽ പോയി ആൾക്കാരോട് ആഹ്വാനം ചെയ്യണം. യുവരാജ് ഗോകുൽ, നിങ്ങളുടെ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. ഒറ്റ കാര്യം പറയൂ. ഇത് നിങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയല്ല, 2024 റോഡ് ഷോ അല്ല എന്നൊന്ന് പറയാൻ പറ്റുമോ? അല്ലല്ലോ, തിരഞ്ഞെടുപ്പ് അജണ്ടയാണല്ലോ, അല്ലേ? അമ്പലം പൊളിച്ച് പള്ളി പണിഞ്ഞത് ഒരു രാഷ്ട്രീയ അജണ്ടയായിരുന്നു. ആ ക്ഷേത്രം എന്ന് പറയുന്നത് പള്ളി പൊളിച്ച് അമ്പലം പണിയുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ അക്രമത്തിലൂടെ അക്രമകാരികളാണ് കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിവുകളുണ്ടോ? ശ്രീ യുവരാജ് ഗോകുൽ, നിങ്ങൾക്ക് ഇങ്ങനെ വിശ്വാസത്തെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിധി പ്രഖ്യാപിച്ചത്. തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല വിധി പ്രഖ്യാപിച്ചതെന്ന് സ്മൃതിക്ക് അങ്ങനെയാണ് പറയാൻ കഴിയുക. തെളിവുകൾ വേണമെങ്കിൽ ഞാൻ സ്മൃതിക്ക് തരാം. താങ്കൾ പറയൂ. ആ പള്ളി എന്ന് പറയുന്ന സ്ട്രക്ചർ നിന്നതിന്റെ താഴെ ക്ഷേത്രത്തിന്റെ മാതൃകയിലുള്ള വലിയൊരു സ്ട്രക്ചർ നിലനിന്നിരുന്നു എന്നുള്ള കാര്യം കോടതി അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് സുപ്രീം കോടതി മാത്രമല്ല, 2010 അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയിലും അതുണ്ട്. 1886 ഫൈസാബാദ് ജില്ലാ കോടതിയുടെ വിധിയിലും അതുണ്ട്. സ്മൃതി വേണമെങ്കിൽ എടുത്ത് പരിശോധിച്ചു നോക്കണം. കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ആ പള്ളിയുടെ താഴെ ക്ഷേത്രത്തിന്റെ മാതൃകയിലുള്ള സ്ട്രക്ചർ നിന്നിരുന്നു എന്നുള്ള കാര്യം. കോടതിക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായിരുന്നത് രണ്ട് വിഷയങ്ങളിലാണ്. പള്ളിയിലേക്ക് പ്രതിഷ്ഠ കൊണ്ടുവച്ചതിനെ കുറിച്ചൊക്കെ കൃത്യമായി കോടതി പറഞ്ഞിട്ടുണ്ട്. ശ്രീ യുവരാജ് ഗോകുൽ, നിങ്ങൾ പറഞ്ഞത് അന്തിമ വിധി ഞങ്ങളുടെ നിലപാടിന് വിരുദ്ധമാണെങ്കിൽ കോടതി പറഞ്ഞിട്ടുണ്ട് 1857 മുതൽ അകത്ത് ശ്രീരാമ പൂജ നടക്കുന്നുണ്ടായിരുന്നു എന്ന കാര്യം കോടതി പറഞ്ഞിട്ടുണ്ട്. വിധിയെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞത് BJP ആണ്. ശ്രീ യുവരാജ് ഗോകുൽ അല്ലേ? 1949 കാര്യം എന്താണ് പറയാത്തത്? സ്മൃതി സുപ്രീം കോടതി പറഞ്ഞ കാര്യമാണ് ഞാൻ സ്മൃതിക്ക് പറഞ്ഞു തരുന്നത്. 1857 മുതൽ ഔട്ടർ കോർട്ട്യാർഡ് എന്ന് പറയുന്ന പൊസിഷൻ ഹിന്ദുക്കളുടെ എക്സ്ക്ലൂസീവ് പ്രോപ്പർട്ടി ആയിരുന്നു എന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട്. പക്ഷേ ഇന്നർ കോർട്ട്യാർഡ് ഈ പറയുന്ന തർക്കം ആ പറയുന്ന പള്ളിക്കകത്തുള്ള ശ്രീ യുവരാജ് ഗോകുൽ, അത് എന്താണ് നിങ്ങൾ തള്ളിക്കളയുന്നത്? 1949 കാര്യം എന്താണ് കേൾക്കാൻ പറയുന്നത്? ഒരു കാര്യവും കൂടിയുണ്ട്. ആ ഇന്നർ കോർട്ട്യാർഡ് മുസ്ലിംസിന്റെ എക്സ്ക്ലൂസീവ് പ്രോപ്പർട്ടി ആയിരുന്നു എന്ന് സുപ്രീം കോടതി പറയുന്നില്ല. അതിന് തെളിവില്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ഔട്ടർ കോർട്ട്യാർഡ് ഹിന്ദുസിന്റെ എക്സ്ക്ലൂസീവ് പൊസിഷൻ ആയിരുന്നു എന്നും അതേസമയം ഇന്നർ കോർട്ട്യാർഡ് മുസ്ലിംസിന് മാത്രമായിരുന്നു ഉപയോഗിക്കാൻ ഉണ്ടായിരുന്നത് എന്നുള്ളതിന് ചരിത്രപരമായ തെളിവില്ല എന്നുള്ള കാര്യം സുപ്രീം കോടതി പറയുന്നുണ്ട്. സുപ്രീം കോടതിയുടെ 1045 പേജുള്ള വിധിന്യായമുണ്ട്. ഭൂരിപക്ഷത്തിന് നിലപാട് അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു വിധിയായി ഇത് മാറിയിട്ടുണ്ട്. അത് അക്കാര്യത്തിൽ ആ വിമർശനം നടത്താൻ നമുക്കൊക്കെ അധികാരവുമുണ്ട്. ആ വിമർശനം നടത്താം. നിലപാടിന് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് കോടതിക്ക് എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലെ ഞാൻ താങ്കളിലേക്ക് വരാം. തെളിവിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. അനൂപ് വിയാർ, നിങ്ങളെ സംബന്ധിച്ച ഈ കാര്യം വായിച്ചു നോക്കണം സ്മൃതി. ചുമ്മാ ഇരുന്നുകൊണ്ട് അതല്ല ഇതല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നിങ്ങളോട് കാര്യമായിട്ട് തന്നെ പറയാണ്. കൃത്യമായിട്ട് പേജ് നമ്പർ ഉൾപ്പെടെ പറഞ്ഞു തരാൻ ഞാൻ തയ്യാറാണ്. സ്മൃതി സംസാരിക്കാൻ തയ്യാറാണോ? പറയൂ. പേജ് നമ്പർ ഉൾപ്പെടെ ഞാൻ പറഞ്ഞു തരാം സ്മൃതി. പേജ് നമ്പർ 911 എടുത്തു വെച്ച് നോക്കണം. ന്യൂ ഡോർ ഓർ നോർത്തേൺ സൈഡ് ഓപ്പൺഡ് ഇൻ അഡിഷൻ ടു ഈസ്റ്റ് സൈഡ്. ഒരു മിനിറ്റ്. After all, the bench itself had concluded the Babri Masjid had been standing at that site for more than 500 years. That there was no evidence that the mosque was built by demolishing any temple, and that Muslims used to worship in it till 1949, when the idols of
Hindu gods and goddesses were smuggled into it, which was called a crime. The court was അതിനകത്ത് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ക്ഷേത്രം തകർത്തു പണിഞ്ഞു എന്നുള്ളതിന് തെളിവില്ല എന്നുള്ളതാണ്. ക്ഷേത്രത്തിന്റെ മുകളിൽ പണിഞ്ഞു എന്നുള്ളതിന് തെളിവില്ല എന്നുള്ള കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. ശരി, മുസ്ലിം വിഭാഗത്തിന്റെ എന്നാണോ വന്നിരിക്കുന്നത്? വേക്കൻ ലാൻഡ് എന്നാണോ പറഞ്ഞിരിക്കുന്നത്? ആരാധന നടത്തിയെന്ന് ആരാണ്? ക്ഷേത്രം ഉണ്ടായിരുന്നതിന് തെളിവില്ല എന്ന് കോടതി പറയാണ്. പിന്നെ താങ്കൾ എന്ത് അവകാശവാദമാണ് ഉന്നയിക്കുന്നത്? ഇവിടെ അന്തിമ വിധി വന്ന കാര്യത്തിൽ അവിടെ ക്ഷേത്രപരമായ സ്ട്രക്ചർ നിലനിന്നതിന് തെളിവുണ്ട് എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത്. അല്ലാണ്ട് ക്ഷേത്രം നിലനിന്നിരുന്നതിന് തെളിവില്ല എന്ന് പറഞ്ഞിട്ടില്ല. കോടതി പറഞ്ഞത് ക്ഷേത്രം തകർത്താണ് ഇത് പണിഞ്ഞിരിക്കുന്നത് എന്നുള്ളതിന് തെളിവില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ക്ഷേത്രം ഇല്ലായിരുന്നു എന്നുള്ളതിന് തെളിവില്ല എന്ന് കോടതി പറഞ്ഞിട്ടില്ല. കോടതിക്ക് അറിയില്ല 500 വർഷമായി നിൽക്കുന്ന ജഡ്ജിമാരല്ലോ. ശ്രീ യുവരാജ് ഗോകുൽ, 500 വർഷം ആരാധന നടത്തിയ ആരാണെന്ന് പറയൂ. അത് തെളിവുള്ള കാര്യം. 500 വർഷം ആരാധന നടത്തിയ ആരാണ്? ഹിന്ദുക്കളും നടത്തിയിട്ടുണ്ട്. കോടതി വിധി തന്നെ പറയുന്നുണ്ടല്ലോ, ഗുരുനാനക് അവിടെ പോയ കാര്യം 1510 1511 കാലഘട്ടങ്ങളിൽ അദ്ദേഹം അവിടെ പോയിട്ട് ആരാധന നടത്തിയ കാര്യം പറയുന്നുണ്ടല്ലോ. 500 വർഷം ആരാധന നടത്തിയത് മുസ്ലിങ്ങളാണ് എന്ന് ആ കോടതി പറയുന്നുണ്ട്. 500 വർഷത്തെ തെളിവുണ്ട്. കോടതി വിധിയിൽ തന്നെ പറയുന്നുണ്ട്. ഫാദർ ജോസഫ് എന്ന് പറയുന്ന ഫാദർ ജോസഫ് എന്ന് പറയുന്ന ഒരു വൈദികന്റെ, ഒരു ക്രിസ്ത്യൻ പുരോഹിതന്റെ വാക്കുകളെ ഉദ്ധരിച്ചിട്ട് സുപ്രീം കോടതി പറയുന്നുണ്ട് 1766 1771 ഇടയിൽ അദ്ദേഹം അവിടെ സന്ദർശിക്കുകയും അദ്ദേഹം ലാറ്റിൻ ഭാഷയിൽ എഴുതിയ ഒരു പുസ്തകം പിന്നീട് ഫ്രഞ്ചിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആ ഫാദർ പറയുന്നുണ്ട് അവിടെ ഹിന്ദുക്കള് പൂജ നടത്തുന്നുണ്ടായിരുന്നു എന്ന്. ഹാദിത്തി സേവ എന്ന് പറയുന്ന മിർസ ജാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം തന്നെ എഴുതിയ ഒരു പുസ്തകമുണ്ട്. അതിന്റെ അകത്ത് പറയുന്നുണ്ട് ഹിന്ദുക്കൾ അവിടെ പൂജ നടത്തുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം. അത് തർക്കമന്ദിരമായാണ് എല്ലാ കാലഘട്ടത്തിലും നിലനിന്നിരുന്നത്. നിങ്ങൾ 500 വർഷത്തെ കാര്യം പറയുമ്പോൾ 500 വർഷത്തെ കാര്യം തന്നെയാണ് ഞാനും പറയുന്നത്. 1856 മുതൽ അവിടെ കൃത്യമായിട്ടും കോട്ടയാണ് ഹിന്ദുസിന്റെ മാത്രം എക്സ്ക്ലൂസീവ് പൊസിഷൻ ആയിരുന്നു എന്നുള്ള കാര്യം സുപ്രീം കോടതി പറയുന്നുണ്ട്. കോടതിയുടെ കൺക്ലൂഷൻ പറയൂ. കോടതിയുടെ കൺക്ലൂഷൻ ആണ് വന്നത്. എന്താണ്? ആ സ്ഥലം ശ്രീരാമ ജന്മഭൂമി ആയിരുന്നു, അത് അവർക്ക് വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞ കാര്യം. അത്രേ ഉള്ളൂ. ക്ഷേത്രം പണിയാൻ വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അന്തിമ വിധിയുടെ വാചകം കൂടി വായിക്കൂ. വേറെ ചിലത് വായിച്ചല്ലോ, അതുകൂടി വായിക്കൂ. അന്തിമ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ആ സ്ഥലം കാലങ്ങളായിട്ട് അത് ഹിന്ദു ക്ഷേത്രത്തിന്റെ മുകളിൽ പണിഞ്ഞിരിക്കുന്ന ഒരു സ്ട്രക്ചർ ആയിരുന്നു അവിടെ നിലനിന്നിരുന്നത്. അതുകൊണ്ട് അത് ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ള നിലയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ല, ഹിന്ദു ക്ഷേത്രം നിലനിന്നിരുന്നു എന്ന തെളിവ് കോടതിക്ക് കിട്ടിയിട്ടില്ല. അവിടെ തെളിവുണ്ടായിരുന്നത് 500 വർഷത്തെ തെളിവാണ്. അത് ഒത്തുതീർപ്പ് വിധിയാണ് വന്നിട്ടില്ല. പരിഹരിക്കുക ഇടവേളയിലേക്ക് ഒന്നും മിണ്ടണ്ട, ആരും പുറത്തേക്ക് കമന്റുകൾ പറയേണ്ട. നമുക്കിപ്പോൾ മിണ്ടാതിരിക്കാം. ആ സമയമാകുമ്പോൾ ഒരു തീരുമാനമെടുക്കാമെന്ന് ആത്മവിശ്വാസമില്ലാത്തൊരു നിലപാടെടുക്കുന്നു കോൺഗ്രസ്. എന്നോടാണോ? അതെ. അല്ല, നമ്മളതിനെ ആത്മവിശ്വാസമില്ലാത്ത നിലപാടൊക്കെ ആയിട്ട് ചിത്രീകരിക്കാം. ആ വിഷയത്തെ ഏറ്റവും ആദ്യം നിലപാടെടുക്കുന്നത് ഏറ്റവും ആത്മവിശ്വാസത്തിൻ്റെ ഏറ്റവും ഉയർന്ന അളവുകോലൊക്കെയായി സ്മൃതിക്ക് വേണമെങ്കിൽ ചിത്രീകരിക്കാം. നിങ്ങൾ ഇതിനകത്ത് കോൺഗ്രസിനകത്ത് ആശങ്കയുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ ഞാൻ നിഷേധിക്കുന്നൊന്നുമില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ ആശങ്ക മാത്രമല്ല, ഒരു ഗ്രാൻഡ് നരേറ്റീവ് സംഘപരിവാർ കൊണ്ടുവരുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ചുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, ആശയസരണികൾ നിലനിൽക്കുമ്പോൾ എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് സംഘപരിവാറിനെ നേരിടാനുള്ളൊരു രാഷ്ട്രീയ ചർച്ച കോൺഗ്രസിനകത്ത് നടക്കുന്നുണ്ട്. അത് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രതിഷ്ഠാദിന ചടങ്ങിൽ
BJPക്ക് ഒരു പ്രാമാണികത കൊടുത്തുകൊണ്ട് കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ പങ്കെടുക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ നിലപാട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങളുടെ ഇതുപോലുള്ള ചാനൽ പ്ലാറ്റ്ഫോമുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ അപ്പോൾ പോലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതിനകത്ത് നടക്കുന്ന ഒരു ഡിസ്കോഴ്സിൽ ഈ പറയുന്ന എല്ലാവിധത്തെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു ഏകീകൃതമായ അഭിപ്രായം രൂപീകരിക്കാനുള്ള ഒരു സാവകാശം കോൺഗ്രസ് നേടുമ്പോൾ അതിന് ആത്മവിശ്വാസക്കുറവൊക്കെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. അതിനോട് ഞാൻ വിയോജിക്കുന്നില്ല, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അതിനു മുൻപ് ഇവിടെ ബി ജെ പി പ്രതിനിധി സംസാരിക്കുമ്പോൾ അതൊരൊറ്റപ്പെട്ട ശബ്ദമല്ല. രാജ്യത്തുടനീളം സംഘപരിവാർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ സ്മൃതി കോടതി വിധിയിലെ ന്യായാന്യായങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ BJPയുടെ പ്രതിനിധിയോട് സംസാരിക്കുമ്പോൾ അത്തരം ചർച്ചകൾക്ക് BJPക്ക് മുന്നിൽ പ്രസക്തമല്ല. നമ്മൾ കോടതി വിധിയുടെ ന്യായാന്യായം, ഭരണഘടനയെക്കുറിച്ച്, മതേതരത്വത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ചൊക്കെ BJPയുടെ പ്രതിനിധിയോട് സംസാരിച്ചിട്ട് എന്താ കാര്യം? അദ്ദേഹം എന്നോട് പോലും ചർച്ചയിൽ പറഞ്ഞത് നമുക്ക് ശ്രീരാമനെ കുറിച്ച് സംസാരിക്കാമെന്നാണ്. BJPയുടെ പ്രതിനിധി അല്ലെങ്കിൽ BJP രാജ്യത്താകമാനം വരൂ നമുക്ക് ശ്രീരാമനെ കുറിച്ച് സംസാരിക്കാമെന്ന് പറയുമ്പോൾ ആ വെല്ലുവിളി കൂടി ഏറ്റെടുക്കാൻ നമ്മൾ പര്യാപ്തമാവേണ്ടതുണ്ട്. ഞാൻ അദ്ദേഹത്തോട് തന്നെ പറയുകയാണ്, നമുക്ക് ശ്രീരാമനെ കുറിച്ച് സംസാരിക്കാം. ശ്രീരാമനെ കുറിച്ച് പറയുമ്പോൾ ശ്രീരാമൻ വനവാസത്തിന് പുറപ്പെടുമ്പോൾ ലക്ഷ്മണന്റെ അമ്മ കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജം അയോധ്യാം അടവീം വിദ്ധി യഥാ ഗച്ഛ തഥാ അതായത് നീ വനത്തിലേക്ക് പോകുമ്പോൾ നിന്റെ ജ്യേഷ്ഠനായ രാമനെ ദശരഥനായി കാണണം, നിന്റെ അമ്മയായി സീതയെ കാണണം, നീ പോകുന്ന കാട് അയോധ്യയായി കാണണം, അങ്ങനെ നീ ജീവിക്കണം എന്ന് പറയുമ്പോൾ അയോധ്യ എന്ന് പറയുന്നത് ഇവർ പറയുന്ന പോലെ ഒരു ജോഗ്രഫിക്കലായ ഒരു എൻറ്റിറ്റി മാത്രമല്ല. എന്താ അയോധ്യ എന്ന പദത്തിൻ്റെ അർത്ഥം? യുദ്ധമില്ലാത്ത അവസ്ഥ. അയുദ്ധ് എന്ന ധാതുവിൽ നിന്നുണ്ടായ അയോധ്യയുടെ അർത്ഥം തന്നെ യുദ്ധമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്ന അയോധ്യയെ തന്നെ വലിയ യുദ്ധഭൂമിയാക്കി മാറ്റിയവരാണ് ഈ സംഘപരിവാർ എന്ന് പറയുന്നത്. ഈ ശ്രീരാമൻ ആളുകളെ രമിപ്പിക്കുന്ന, ആളുകളെ സന്തോഷിപ്പിക്കുന്ന ശ്രീരാമനെ തന്നെ ഈ പറയുന്ന ഇവിടുത്തെ വലിയൊരു ജനവിഭാഗത്തെ ഉച്ചാടനം ചെയ്യാനുള്ള ഉപകരണമായി, ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ചോരയിൽ ചവിട്ടി നിൽക്കുന്ന ഒന്നാണോ ശ്രീരാമൻ എന്ന് പറയുന്നത്? അങ്ങനെ മാറ്റാനുള്ള വലിയ പരിശ്രമം നടക്കുകയാണ്. ഇപ്പോൾ ഇവരുടെ നേരത്തെ സ്മൃതി സൂചിപ്പിച്ചൊരു ആശങ്കയുണ്ടല്ലോ. സ്മൃതി പറഞ്ഞത് വികസനത്തെക്കുറിച്ച് കൂടി സംസാരിക്കുന്നു എന്ന് പറയുന്നു. അത് വികസനമല്ല, അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. അത് കോർപ്പറേറ്റ് ഫാസിസമാണ്. അയോധ്യയെ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് പ്ലോട്ടാക്കാനുള്ള പരിശ്രമമാണ്. വിമാനത്താവളം കൊണ്ടുവരുന്നു, റെയിൽവേ കൊണ്ടുവരുന്നു, ഇതൊക്കെ നടത്തിക്കൊണ്ട് അയോധ്യയിൽ ഒരേ സമയത്ത് അവിടെ വികസനം എത്തിക്കുകയും അതേ സമയത്ത് അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് മസ്ജിദുകൾ ഒഴിഞ്ഞു പോകാൻ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളെ ബലാത്കാരമായി അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. ഇത് ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ്. നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളെ ഒഴിപ്പിക്കുകയും അവിടെ ഭൂമി വലിയ ചുളിവിൽ സ്വന്തമാക്കുകയും അത് വലിയ വൻകിട ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും ചെയ്യാണ്. ഇന്ന് കേരളത്തിൽ അധികാരത്തിൽ BJP വന്നാൽ ശബരിമലയിൽ നിന്ന് വാവർ പുറത്താക്കും. ഇപ്പോൾ തന്നെ ഇവർ പറയുന്നുണ്ട് വാപുരൻ എന്ന് പറയുന്നത് ശിവഭൂതഗണമാണ്, മുസ്ലിമായ വാവർക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ആളുകളാണ് ഈ സംഘപരിവാരം. അപ്പോൾ ഇവരുടെ വികസനം എന്ന് പറയുന്നത് അത് വികസനമല്ല, മറിച്ച് ഒരു തരത്തിലുള്ള കോർപ്പറേറ്റ് ഫാസിസം. ഇവിടെ പറയുന്ന വികസനത്തിന്റെ പേരിലും മുസ്ലിങ്ങളെ ഇവിടെ നിന്ന് ഉച്ചാടനം ചെയ്യാനുള്ള, തമസ്കരിക്കാനും ബഹിഷ്കരിക്കാനുമുള്ള ഗ്രാൻഡ് പ്രൊജക്റ്റാണ്. അപ്പോൾ സംഘപരിവാർ അജണ്ട നിർണ്ണയിക്കുന്ന, സംഘപരിവാർ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു ഇന്ത്യയിൽ നിന്നുകൊണ്ട് നമ്മൾ സംഘപരിവാരോട് സംസാരിക്കുകയാണ്. നിസ്സഹാരായി നിൽക്കുകയാണ് കോൺഗ്രസ്. അല്ല നിങ്ങൾക്കതിനെ, ഇതാണ് ഞാൻ പറയുന്നത്. അല്ല നിസ്സഹായ അല്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞ് നിങ്ങളതിനെ, ഞാൻ പറഞ്ഞൊരു കാര്യത്തിന് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കാൻ നിങ്ങളത് എത്തിക്കുന്നതിനകത്തൊരു ഔചിത്യക്കുറവുണ്ട്. നിസ്സഹായതയല്ല, ഈ പറയുന്ന പ്രതിസന്ധിയെ ആഴത്തിൽ വിശകലനം ചെയ്തുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നിലപാടിലേക്ക് എത്തിച്ചേരാനുള്ള ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിസ്സഹായത എന്ന് വിളിക്കാം, അതിനെ ആഘോഷിക്കാം. അങ്ങനെയാണെങ്കിൽ CPM-ന് പോകണ്ട എന്ന് ഉറച്ചു പറയാൻ പറ്റുകയും ഞാനൊരു കാര്യം പറയട്ടെ. സ്മൃതി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സീതാറാം യെച്ചൂരി CPM-ന്റെ ജനറൽ സെക്രട്ടറി ഇറക്കിയ പത്രക്കുറിപ്പിൽ പോലും ഭാഷ, വാക്കുകൾ എത്ര സൂക്ഷ്മതയോടുകൂടിയായിട്ടാണ് CPM പ്രയോഗിച്ചത്. CPM അവിടെ പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് വൈയക്തികമായൊരു വിഷയമാകുന്നത് കൊണ്ട് ഞങ്ങൾ പോയില്ല എന്ന് മാത്രമാണ് CPM പറയുന്നത്. CPM പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി അവിടെ പറയുന്നത് എന്താ? അത് ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലമായതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല എന്നല്ല.
CPM പോലും പുലർത്തുന്ന ഒരു സൂക്ഷ്മതയുണ്ട്. സീതാറാം യെച്ചൂരിയോട് കണ്ണൂരിൽ വന്നപ്പോൾ ഇവിടുത്തെ പത്രക്കാർ ചോദിച്ചല്ലോ, മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ? കോൺഗ്രസിന്റെ നിലപാടിന് പരോക്ഷമായി കുറ്റം പറയാൻ പോലും സീതാറാം യെച്ചൂരി തയ്യാറായില്ല. കാരണം അവസ്ഥയിൽ കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന പോകുന്നില്ല എന്ന തീരുമാനം നിങ്ങൾ നിസ്സഹായത വിളിക്കുന്ന യാഥാർത്ഥ്യം അതൊരു സത്യവുമാണല്ലോ. അല്ല, അത് പള്ളി പൊളിച്ച ഇടം എന്ന പ്രസ്താവനയാണത്. അല്ല, അതിലെന്താ പറഞ്ഞത്? പള്ളി പൊളിച്ച ഇടം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. കൃത്യമായ പ്രസ്താവന ഉപയോഗപ്പെടുത്തുന്ന അല്ല, പള്ളി പൊളിച്ച ഇടം പറയാമായിരുന്നല്ലോ. എനിക്ക് തന്ന സമയത്തിന് അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹം പറയട്ടെ. അതല്ലേ അത്രേ സമയമുള്ളൂ, ഇനി അവസാനിക്കാൻ അത്രേ സമയമുള്ളൂ. എന്തിനാ ഇങ്ങനെ സമയം കളയുന്നത്? ശരി, മുസ്തഫ പറയൂ. ഒന്നും പറയാത്ത ആളുകൾ, ഒന്നും മിണ്ടാത്ത ആളുകൾ, മിണ്ടണമെങ്കിൽ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, എന്നിട്ട് CPM-ന്റെ പ്രസ്താവനയിലെ സൂക്ഷ്മ ഭാഷാ പ്രയോഗത്തെ തപ്പി നടക്കുകയാണ്. നിങ്ങൾക്കും ആളുകളില്ലേ ഇതുപോലെ പ്രസ്താവന എഴുതി തരാൻ? നിങ്ങളുടെ ഓഫീസിലും ഇതുപോലെ ശേഷിയുള്ള ആളുകളില്ലേ? രാഹുൽ ഗാന്ധി തന്നെ എത്ര കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തേ അതുപോലെ സൂക്ഷ്മമായ പദങ്ങൾ ഉപയോഗിച്ച്, സൂക്ഷ്മമായ ഭാഷ ഉപയോഗിച്ച് ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കാൻ ഇത്രയും ദിവസമായിട്ട് കഴിയാത്തത്? അത് കഴിയാതെ നിങ്ങൾ വന്നിട്ട് CPM-ന്റെ പ്രസ്താവനയിൽ അത് പറഞ്ഞിട്ടില്ല, CPM-ന്റെ പ്രസ്താവനയിൽ ഇത് പറഞ്ഞിട്ടില്ല. CPM-ന്റെ പ്രസ്താവനയെ മനസ്സിലാക്കാൻ മലയാളത്തിലെ ഒരു മാധ്യമത്തിന് കഴിഞ്ഞു. അത് സുപ്രഭാതം എന്നാണ് അതിന്റെ പേര്. CPM പ്രസ്താവനയുടെ എല്ലാ അർത്ഥവും മനസ്സിലാക്കിയിട്ട് അവരുടെ മുഖപ്രസംഗത്തിന് അവർ കൊടുത്ത തലക്കെട്ട് കണ്ടിരുന്നല്ലോ. കോൺഗ്രസിന് അവിടെ കാല് വെക്കാൻ ആർജവമുണ്ടോ എന്നാണ്. ഒന്ന് ഇടപെട്ടോട്ടെ. ഇന്ന് ജിബി മുത്തുക്കോയ തങ്ങൾ പറയുകയാണ് അത് സമസ്തയുടെ നിലപാടല്ല, അത് കാന്തപുരത്തിന്റെ നിലപാടായിരിക്കാം, സമസ്തയുടെ നിലപാടല്ല. ഞാൻ സമസ്തയുടെ നിലപാട് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ സമസ്തയുടെ നിലപാട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് എന്താ? മലയാളത്തിലെ ഒരു പത്രത്തിന് CPM പോളിറ്റ് ബ്യൂറോ പ്രസ്താവിച്ചതിന്റെ രാഷ്ട്രീയം കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവർ കൊടുത്ത തലക്കെട്ടിന്റെ വാക്കുകൾ അതായിരുന്നു. കോൺഗ്രസിന് ആ ഭൂമിയിൽ, ബാബരി പള്ളി പൊളിച്ച ഭൂമിയിൽ കാലുകുത്താനുള്ള ആർജവമുണ്ടോ എന്നാണ്. അത് മനസ്സിലായ ആളുകൾക്കുണ്ട്, മനസ്സിലാകാത്ത ആളുകളോട്, മനസ്സിലായിട്ടും ഉറക്കമടിക്കുന്ന ആളുകളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ ആർജവത്തോടു കൂടിയുള്ള പ്രതികരണമല്ല CPM-ൽ നിന്നുണ്ടായത്, യെച്ചൂരിൽ നിന്നുണ്ടായതെന്നാണ് ശ്രീ അനൂപ് പറയുന്നത്. അത് CPM പറഞ്ഞില്ല എന്നുള്ളതല്ല. വർത്തമാനകാല ശ്രീ മുസ്തഫ ഒറ്റ മിനിറ്റ് വർത്തമാനകാല യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെയേ പറയാൻ പറ്റൂ എന്നുള്ള നിസ്സഹായാവസ്ഥ അത് CPM-നുമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒരു നിസ്സഹായതയില്ലല്ലോ. എത്ര കൃത്യമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏകീകൃത സിവിൽ കോഡിന്റെ കാര്യത്തിൽ എന്തേ അവർക്ക് പ്രസ്താവന ഇറക്കാൻ കഴിയാത്തത്? അവരിപ്പോഴും പറയുന്നത് എന്താ? AICC പ്രസ്താവിച്ചത് എന്താ? വരട്ടെ, യൂണിഫോം സിവിൽ കോഡിന്റെ കരട് വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനം പറയാം. അങ്ങനെ കരടുകൾ വരാൻ കാത്തു നിന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇപ്പൊ 3 നിയമങ്ങൾ പാസാക്കിയല്ലോ. 140 MP-മാരെ അടിച്ചു പുറത്താക്കിയിട്ട് പ്രതിപക്ഷമില്ലാത്ത പാർലമെന്റിനകത്ത് ഇന്ത്യൻ ശിക്ഷാ നിയമവും ഇന്ത്യൻ തെളിവ് നിയമവും ക്രിമിനൽ നടപടിക്രമ നിയമവും പാസാക്കിയെടുത്തില്ലേ? അപ്പോ കോൺഗ്രസിന്റെ ഈ കാത്തുനിൽപ്പ് എത്ര അപകടകരമായ അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവരിപ്പോഴും VHPയുടെ ക്ഷണത്തെയും അവരിപ്പോഴും RSSന്റെ നിയന്ത്രിക്കുന്ന മോഡിയുടെ ഗവൺമെന്റിലും വിശ്വാസം അർപ്പിച്ചാൽ എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? പോട്ടെ, ഞങ്ങളിത് കോൺഗ്രസ് CPM തർക്കമായിട്ട് മാറ്റല്ല. യഥാർത്ഥത്തിൽ തർക്കിക്കേണ്ടത് ആരോടാ? RSSനോട്, BJPയോട്. ഇവിടെ നേരത്തെ BJPയുടെ പ്രതിനിധി കോടതി വിധികൾ ഞാനത് ആ ഭാഗം ഒന്ന് പറഞ്ഞോട്ടെ. അദ്ദേഹം കോടതി വിധികൾ എന്ന് പറഞ്ഞല്ലോ. ഇന്ത്യയിൽ എല്ലാ കോടതി വിധികളും ഏതിന് വിധേയമാണ്? ഭരണഘടനയ്ക്ക് വിധേയമല്ലേ? ഭരണഘടനയല്ലേ ഇന്ത്യയിലെ പരമോന്നത നിയമം. ആ ഭരണഘടനയിൽ പറഞ്ഞ കാര്യങ്ങൾ അത് സംരക്ഷിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഭരണഘടനയിൽ പറഞ്ഞ കാര്യങ്ങൾ തങ്ങളുടെ ഫലം പ്രയോഗിച്ചിട്ട്, തങ്ങളുടെ ശക്തി ഉപയോഗിച്ച്, ആൾക്കൂട്ടത്തിന്റെ ശേഷി ഉപയോഗിച്ച് തകർത്ത് കളഞ്ഞിട്ട്, ആ ഭരണഘടനാ മൂല്യങ്ങളെയും ഭരണഘടനാ വ്യവസ്ഥകളെയും തകർത്ത് കളഞ്ഞിട്ട് നിങ്ങൾ ഏത് കോടതി വിധിയെ കുറിച്ചാണ് പറയുന്നത്? കോടതി പറഞ്ഞത് തർക്കഭൂമി എന്നാണ്. തർക്കഭൂമിയിൽ ക്ഷേത്രം പണിയണം, അയോധ്യയിലെ പ്രമുഖ സ്ഥലത്ത് മുസ്ലിങ്ങൾക്ക് 5 ഏക്കർ ഭൂമി നഷ്ടപരിഹാരം നൽകണം. ഇതായിരുന്നു സുപ്രീം കോടതി വിധി. സ്മൃതി ഒരു വാചകം കൂടി നിങ്ങൾ ഇവിടെ കാണേണ്ടത്. ഈ വിധി തന്നെ വൈപരീത്യം നിറഞ്ഞതാണ്. നേരത്തെ സ്മൃതി ധാരാളം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഈ വിധി പറഞ്ഞ 3 ജഡ്ജിമാർ ഇപ്പൊ എവിടെയായിരിക്കുന്നത്? സുപ്രീം കോടതി ജഡ്ജിമാർ
ഒന്ന് ശ്രീ രഞ്ജൻ ഗൊഗോയ്, അദ്ദേഹം രാജ്യസഭയിലേക്ക് കേന്ദ്ര സർക്കാർ നോമിനേറ്റ് ചെയ്ത MP ആയിട്ട് ഇരിക്കുന്നു. ഈ വിധി പറഞ്ഞതിന് തൊട്ട് പിറകെ അശോക് ഭൂഷൺ, അദ്ദേഹം ഇപ്പൊ എവിടെയാ? നാഷണൽ കമ്പനി ലോ അപ്പലറ്റ് ട്രിബ്യൂണലിന്റെ ചെയർപേഴ്സൺ ആയിട്ട് ഇരിക്കുന്നു. മൂന്നാമത്തെയാൾ ആന്ധ്രാപ്രദേശിലെ ഗവർണറായിട്ട് നിയോഗിക്കുകയുണ്ടായി. നിങ്ങൾ നോക്കൂ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ഈ വിധികളെ കൊണ്ടുപോകുന്നത്. അദ്ദേഹം പറഞ്ഞല്ലോ 1986 ഫൈസാബാദ് ജില്ലാ കോടതിയുടെ വിധി. ആ ഫൈസാബാദ് ജില്ലാ ജഡ്ജി KM പാണ്ഡെ അദ്ദേഹം ഈ വിധിയെല്ലാം നടത്തിയിട്ട് 1991 ആത്മകഥ എഴുതി. ആ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നത് എന്താ? KM പാണ്ഡെ പറയുന്നത് KM പാണ്ഡെ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നു, പറയാൻ നിമിത്തമായ അല്ല ഞാൻ പറഞ്ഞേട്ടെ താങ്കൾ പറയുമ്പോ താങ്കൾ എന്തെല്ലാം കള്ളത്തരം പറഞ്ഞിട്ടുണ്ട്. താങ്കൾ പറഞ്ഞല്ലോ ഈ 49 കള്ളത്തരോ എന്ത് കഥ പറഞ്ഞില്ലേ? 49 ഡിസംബർ 23 അയോധ്യ പോലീസ് സ്റ്റേഷനിൽ ഒരു FIR ഉണ്ട്. 43 ഡിസംബർ 23 FIR-ൽ 1-ാം പ്രതി അഭിരാം ദാസ് എന്താ കുറ്റം? അതേ ദിവസം രാത്രിയിൽ ബാബരി മസ്ജിദിൽ ഒരു ഹിന്ദു വിഗ്രഹം കൊണ്ടുവച്ചു. തെളിവുണ്ടെന്ന് കോടതി പറഞ്ഞിട്ടുമില്ല. നമ്മുടെ സമയം കഴിയാണ്. ഏതായാലും അയോധ്യയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കാഹളം മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ശ്രീ VPP മുസ്തഫ, യുവരാജ് ഗോകുൽ, അനൂപ് VR. ഇനി ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.